ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അനില. അപ്പോൾ ഇന്ന് നൈക്ക ഹോളാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ പിങ്ക് സെയിലിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഏകദേശം 11,000 അടുത്ത് റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പ്രൊഫഷണലി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം എൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റും എല്ലാം ഇതിനകത്ത് വിടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ലോറിയലിൻ്റെ ഒരു ഹെയർ സെറമാണ്. യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറാണ് കേട്ടോ. നമുക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ പറ്റിയ ഒരു ഹെയർ സെറമാണിത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു പ്രൈമറാണ്. മാർസിന്റെ ഗ്രിപ്പിംഗ് പ്രൈമർ ആട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൈമറാണിത്. ഇത് ഒരു നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിനാണെങ്കിലും ഒന്നും കൂടി നല്ലതായിരിക്കും. അത് മേക്കപ്പ് അത്യാവശ്യം ഒരു ഡ്യൂവി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി പ്രൈമർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ മാർസിന്റെ ഗ്രിപ്പിംഗ് പ്രൈമർ ചൂസ് ചെയ്യാം. ഇത് എൽഫിന്റെ ഹാലോഗ്ലോ ലിക്വിഡ് ഫിൽറ്റർ ആണ്. നമുക്ക് ഒരു ഡ്യൂവി ഫിനിഷുള്ള മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തോ, അല്ലെങ്കിൽ ഫൗണ്ടേഷന് മുന്നേ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഫൗണ്ടേഷന് ശേഷം ഹൈലൈറ്റിംഗ് പോയിന്റിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടോ നമുക്കിത് യൂസ് ആക്കാവുന്നതാണ്. ഈ ഒരു ബഡ്ജറ്റിന് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു പ്രൈമർ തന്നെയാണ്. ഇതൊരു ഗ്രിപ്പിംഗ് പ്രൈമറാണ്. എൻ്റെ വരുന്ന ബ്രൈഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള പ്രൈമറാണ്. നല്ല അടിപൊളി പ്രൈമറാണ്. നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതും കുറച്ചും കൂടി ഡ്രൈ സ്കിന്നിനായിരിക്കും ഒന്നും കൂടി സ്യൂട്ട് ആവുന്നത്. നെക്സ്റ്റ് ലോറിയൽ പാരീസിന്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. നമുക്കൊരു മേക്കപ്പ് ഫിക്സർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണല്ലോ. ഇതിൽ ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം ഒന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് എൻ്റെ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ. മാർസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ് ഇത്. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോർമലി ഞാൻ എൻ്റെ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് PSCയുടെ മേക്കപ്പ് ബ്രഷാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനോ, അല്ലെങ്കിൽ നമുക്കിപ്പം ബ്രൈഡ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രൈഡ്സ് മെയ്ഡ്സ് ഒക്കെ ഉണ്ടാകുമല്ലോ, ഗസ്റ്റ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിച്ച ബ്രഷാണ് ഇത്. എനിക്ക് തന്നെ ഒന്ന് യൂസ് ആക്കി നോക്കി കണ്ടോ. പിന്നെ അത്യാവശ്യം ഡേർട്ടിയാണ് ബ്രഷ്. ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാനൊന്ന് യൂസ് ആക്കി നോക്കിയതേ ഉള്ളൂ. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ബ്രഷാണ് കേട്ടോ. ഫൗണ്ടേഷൻ നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം മാർസിൻ്റെ BRF03 എന്ന് പറയുന്ന നമ്പറിൽ വരുന്നൊരു ബ്രഷാണ് കേട്ടോ. ഇത് നൈക്കയുടെ സ്ട്രോബ് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഷെയ്ഡ് വന്നിട്ട് ഗ്ലാസ് ബ്രോൺസേ. ഇത് നമുക്ക് ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നതെങ്കിലും നമുക്ക് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകും. ഒരുപാട് ഫെയറിന് സ്യൂട്ട് ആകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഫെയർ ടു മീഡിയം തൊട്ട് നമുക്ക് അങ്ങോട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് ഗ്ലിറ്ററി എഫക്റ്റ് ഒന്നും നമ്മുടെ ഫേസിൽ തരത്തില്ല. അത്യാവശ്യം നല്ലൊരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഹൈലൈറ്റർ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നൈക്കയുടെ ലിക്വിഡ് ഹൈലൈറ്റർ ചൂസ് ചെയ്യാം. അടുത്തത് 2 ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് വന്നിട്ട് ഷൈനിങ് സ്പ്രേ ആണ്. നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റൈലിംഗ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കൈക്ക് കിട്ടത്തുള്ളൂ. ഇത് ഹോൾഡിംഗ് പവർ ഇല്ല ഇതിനകത്ത്. 2 ഷെസ്കോഫിൻ്റെ തന്നെയാണ്. ഇത് വന്നിട്ട് പിന്നെ ഷൈനിങ് സ്പ്രേ, ഇത് വന്നിട്ട് ഹോൾഡിംഗ് സ്പ്രേ കേട്ടോ. രണ്ടും എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ പിക്സിയുടെ ഒരു ഗ്ലോ ടോണിക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പേഴ്സണൽ യൂസിന് നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇത് ഞാൻ കൂടുതലായിട്ടും ബ്രൈഡ്സിന് വേണ്ടിയിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. നേരത്തെ എൻ്റെ വാങ്ങിച്ചിരുന്നത് പിന്നെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത മാസം തൊട്ടുള്ള എൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പിക്സിയുടെ ഗ്ലോ ടോണിക് കേട്ടോ. അടുത്തത് കൺസീലർ ആണ്. ഇത് മാർസിൻ്റെ ക്യാൻസൽ കൺസീലർ. 2 ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഷെയ്ഡ് വന്നിട്ട് 07 ആൻഡ് 06. 07 വന്നിട്ട് ഒരു കറക്റ്ററായിട്ടും 06 വന്നിട്ട് ഒരു ഹൈലൈറ്റർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ലിക്വിഡ് കൺസീലർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർസിൻ്റെത് കണ്ണും പൂട്ടി വാങ്ങിക്കാം. നല്ല കവറേജ് ആണ്. പിന്നെ നമുക്കിത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കവറേജ് അത്യാവശ്യം നല്ല
അടിപൊളി കൺസീലർ കേട്ടോ. മാർസിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് ചീപ്പാണെന്ന് പറയാനേ പറ്റത്തില്ല. നല്ല പിന്നെ ഹൈ എൻഡ് പ്രൊഡക്റ്റ് തരുന്ന അതേ ക്വാളിറ്റിയിൽ നമുക്ക് മാർസ് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഇറക്കിയിട്ടുണ്ട്. നല്ലൊരു ലിക്വിഡ് കൺസീലർ ആണ് നോക്കുന്നുണ്ടെങ്കിൽ മാർസിൻ്റെ കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് എംബർലൈസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ ട്യൂബാട്ടോ. ഇത് ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. കൂടുതലും നമുക്കൊരു ഡ്യൂവി ഫിനിഷുള്ള അതായത് ഗ്ലോ ഫിനിഷ് തരുന്ന ഒരു മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. സെയിം ടൈം ഇതൊരു പ്രൈമർ ആയിട്ടും കൂടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും. പിന്നെ ഒരു ഡ്യൂവി ഫിനിഷ് മേക്കപ്പ് വേണ്ട ബ്രൈഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണിത്. അടുത്തത് ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു ഫേസ് സെറമാണ്. ഇത് ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു റെക്കമെൻഡേഷനും കണ്ടിട്ട് വാങ്ങിച്ചതല്ല. ഇതിൽ ഡോട്ട് ആൻഡ് ഗിയുടെ മോയ്സ്ചറൈസർ, ഡോട്ട് ആൻഡ് ഗിയുടെ ഫേസ് വാഷ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പിന്നെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഡോട്ട് ആൻഡ് ഗിയുടെ. ഇതൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും അത് വാങ്ങിച്ച് യൂസ് ചെയ്യുകയും വേണ്ട. എൻ്റെ ഒരു സ്കിന്നിന് എനിക്കത് ഓക്കെയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നില്ല. ജസ്റ്റ് ഞാനൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിച്ചിട്ടാണ്. ഫസ്റ്റ് ബോട്ടിലാണ് ഇത്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഞാനിതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണമെന്ന് തോന്നി. ആരുടെ റെക്കമെൻഡേഷൻ കണ്ട് വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് PSCയുടെ ഈ ഒരു ബ്രൗൺസർ പാലറ്റാണ്. ഇതിനകത്ത് 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൽ 2 ഷെയ്ഡാണ് വരുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും. ഇത് അത്യാവശ്യം നല്ല ഒരു പിന്നെ പ്രൊഡക്റ്റാണ്. അതായത് നമുക്ക് PSCയുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത്തിരി ഹൈ എൻഡും അല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് PSCയുടെ അല്ലാതെ. പിന്നെ ഈ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബിലോ 200 റുപ്പീസിന് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 200-ന് താഴെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൺസീലറാണ് സ്വിസ് ബ്യൂട്ടിയുടേത്. മീഡിയം ടു ഹൈ കവറേജ് തരുന്നുണ്ട്. നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് മീഡിയം ബീജ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തൊരു ലിപ് ബാമാണ്. ഇത് വാസ്ലിൻ്റെ ലിപ് ബാമാണ്. ഇതിനകത്ത് പിന്നെ റോസി ലിപ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡബ്ബ തുറന്നാലും പിങ്ക് കളറിലെ ലിപ് ബാം തന്നെയാണ്. പക്ഷെ നമുക്ക് പിന്നെ നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ നേരത്തേക്കും പ്രത്യേകിച്ച് ഒരു കളറും ഉണ്ടാകത്തില്ല. നമ്മുടെ ലിപ്സിൻ്റെ കളർ ഏതാണോ ആ കളറിൽ തന്നെ കാണത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേറ്റിംഗ് ലിപ്സ് കിട്ടുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് യൂസ് ചെയ്തിട്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഐ പെന്നാണ്. ഇത് മെബിലിൻ്റെ ടാറ്റു ലൈനർ എന്ന് പറയുന്ന ഒരു പിന്നെ 48 hour ലിക്വിഡ് പെന്നാണ്. നല്ല പിഗ്മെന്റഡ് ആണ്. നല്ല ബ്ലാക്ക് കളറാണ്. ഇത് വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ പിന്നെ സ്മഡ്സ് പ്രൂഫ് ആണ് കേട്ടോ. കണ്ടോ, പെന്നാകാൻ നേരം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐലൈനർ പോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പിന്നെ ഐ പെന്നാണ് മെബിലിൻ്റെ ടാറ്റു ലൈൻ. അപ്പോൾ ഇത്രയാണ് ഞാൻ നൈക്ക ഹോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.